ഒരു തെളിവിന്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ വ്യക്തമായ രൂപത്തിൽ തന്നെയാണ് ആ കേസ് വാദിക്കുകയും അതിന്റെ ട്രയലിൽ വിധിയുണ്ടാവുകയും ചെയ്തത്. പിന്നെ അത് കോടതി എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് 30-നാണ് ഈ സംഭവം നടന്നത്. ഇപ്പോഴും ഓഗസ്റ്റ് ആയിരിക്കുകയാണ്, 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നു മുതൽ ഞങ്ങളുടെ കുടുംബം വളരെ ദയനീയമായൊരു സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. ഭാര്യ അന്നു മുതൽ രോഗിയായിരുന്നു. 2 മാസം മുമ്പ് ഭാര്യ മരണപ്പെട്ടു. കുടുംബം തന്നെ ആകെ താറുമാറായ ഒരു അവസ്ഥയാണ് ഈ ഒരു നിസ്സാര സംഭവത്തിൽ എന്ന് ആൾക്കാർ പറയുന്നൊരു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആവാത്ത ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. സാർ, ഇപ്പോൾ സുപ്രീം കോടതി വിധി ഈ തൽക്കാലത്തേക്ക് ഈ ഒരു ശിക്ഷാവിധി മരവിപ്പിച്ചിരിക്കുകയാണ്. എന്തു തോന്നുന്നു ഈ വിധിയോട്? വളരെ അപ്രതീക്ഷിതവും നിർഭാഗ്യകരവുമായൊരു വിധിയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഈ കേസിന്റെ ഡെപ്ത് മനസ്സിലാക്കാതെ ഉണ്ടായ വിധി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേസ് ജാമ്യഹർജി വാദത്തിന് വന്നപ്പോൾ സർക്കാർ വക്കീലന്മാരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തായാലും ഇതിലെ വാദി എന്ന് പറയുന്നത് സർക്കാരാണ് കാര്യങ്ങൾ ഇനി മുന്നോട്ടുകൊണ്ട് പോകേണ്ടത്. ഇപ്പോൾ ഈ ട്രയൽ കോടതിയിൽ ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ നിലനിൽക്കെ എങ്ങനെയാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് എന്നുള്ളതാണ് സുപ്രീം കോടതി ചോദിച്ചിട്ടുള്ളത്. ട്രയൽ കോടതിയുടെ ശിക്ഷാവിധി വായിച്ചു നോക്കിയാൽ അറിയാം, വളരെ ക്ലിയർ ആയിട്ടൊരു വിധിയാണ്. വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 30-ലേറെ സാക്ഷികൾ, അതുപോലെ വീഡിയോ ദൃശ്യങ്ങൾ, CCTV എല്ലാ ഫുട്ടേജും ഒക്കെ കോടതിയിൽ ഓപ്പൺ കോർട്ടിൽ പ്രദർശിപ്പിച്ച് പരിശോധിച്ച് തലനാരിയുടെ കീഴിലുള്ള ഒരു പരിശോധനയായിരുന്നു ആ ഒരു വാദവും ഒക്കെ. അപ്പോൾ അത്രയും വിശദമായ ഒരു വാദത്തിന് ശേഷം സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ വിനീത് സാറാണ് ആ കേസ് നന്നായി വാദിച്ചത്. അതുപോലെ അന്വേഷണ സംഘം, ഷിബു സാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം, അവരൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടും ഒരു തെളിവിന്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ വ്യക്തമായ രൂപത്തിൽ തന്നെയാണ് ആ കേസ് വാദിക്കുകയും അതിന്റെ ട്രയലിൽ വിധിയുണ്ടാവുകയും ചെയ്തത്. പിന്നെ അത് കോടതി എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാമർശം നടത്തി എന്നത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ഈ കുടുംബത്തിൽ ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി മുന്നോട്ട് എങ്ങനെയായിരിക്കും പോവുക? ഈ വിധിക്കെതിരെ എന്തെങ്കിലും അപ്പീൽ നൽകാനോ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? അപ്പീൽ പോകേണ്ടതും വാദിഭാഗമാണ്. വാദിഭാഗം എന്ന് പറയുന്നത് സർക്കാരാണ്. അപ്പോൾ സർക്കാരാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നമ്മുടെ വക്കീലുമാരുമായിട്ടും നിയമജ്ഞരുമായിട്ടൊക്കെ കാര്യങ്ങൾ പഠിച്ച് ഇനി മുന്നോട്ട് പോകാനാണ് തീരുമാനം. എങ്കിലും കേസ് വാദത്തിനായിട്ട് ഹൈക്കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ സർക്കാരിനോട് വീണ്ടും ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴത്തെ പ്രോസിക്യൂട്ടറിനെ മാറ്റണം എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോഴത്തെ പ്രോസിക്യൂട്ടർ ജില്ലാ കോടതിയിലായിരുന്നു. ആ പ്രോസിക്യൂട്ടറുടെ ഇത് കഴിഞ്ഞു. ഇനി ഹൈക്കോടതിയിൽ വേറെ പ്രോസിക്യൂട്ടറാണ് വേണ്ടത്. അപ്പോൾ അത് സർക്കാരിനോട് ആവശ്യപ്പെടും. ഇപ്പോൾ എന്തായാലും നിർഭാഗ്യകരമായ സംഭവമാണ്. ഇതുപോലൊരു ഓണക്കാലത്ത് നാട്ടിലേക്ക് വന്ന പ്രതിയാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ഓണക്കാലം വരികയാണ്. കഴിഞ്ഞ 3 വർഷം മുമ്പ് ഒരു ഓഗസ്റ്റ് മാസത്തിലാണ്, ഓഗസ്റ്റ് 30-നാണ് ഈ സംഭവം നടന്നത്. ഇപ്പോഴും ഓഗസ്റ്റ് ആയിരിക്കുകയാണ്, 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്നു മുതൽ ഞങ്ങളുടെ കുടുംബം വളരെ ദയനീയമായൊരു സാഹചര്യത്തിൽ കൂടെ മുന്നോട്ട് പോവുകയാണ്. ഭാര്യ അന്നു മുതൽ രോഗിയായിരുന്നു. 2 മാസം മുമ്പ് ഭാര്യ മരണപ്പെട്ടു. കുടുംബം തന്നെ ആകെ താറുമാറായ ഒരു അവസ്ഥയാണ് ഈ ഒരു നിസ്സാര സംഭവത്തിൽ എന്ന് ആൾക്കാർ പറയുന്നൊരു. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരിക്കലും മറക്കാനോ പൊറുക്കാനോ ആവാത്ത ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. കോടതിയുടെ ഈ ജാമ്യം കൂടെ നൽകിയപ്പോൾ ഞങ്ങൾ ശരിക്കും മാനസികമായിട്ട് അങ്ങേയറ്റം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പിന്നെ എങ്ങനെയാണ് മുന്നോട്ട് ഇനി നിയമവിദഗ്ധരായിട്ട് ആലോചിച്ചിട്ട് പഴയ പ്രോസിക്യൂട്ടർ വിനീത് സാറുമായിട്ട് ആലോചിച്ച് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ സർക്കാരാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ട് പോകേണ്ടത്. അപ്പോൾ അപ്പീൽ പോകേണ്ടത് സർക്കാരാണ്, സുപ്രീം കോടതിയിൽ പോകേണ്ട സർക്കാരാണ്. അപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു ന്യായം പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ അത് ചെയ്യുമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഈ പ്രതിയുടെ ആരെങ്കിലും ബന്ധപ്പെടാനോ ബന്ധുക്കൾ ആരെങ്കിലും സംസാരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈ ട്രയൽ കാലയളവിൽ? എപ്പോഴെങ്കിലും? ഇല്ല, ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. അപ്പോൾ എന്തായാലും എപ്പോഴെങ്കിലും അയാളെ വീണ്ടും കാണേണ്ടി വരും എന്ന് ചിന്തിക്കുന്നുണ്ടോ? അത് എന്നെ ബാധിക്കുന്നതല്ല. കാരണം ഒരു തെറ്റ് ചെയ്ത ആൾ ശിക്ഷ അനുഭവിക്കണം. അത് സമൂഹത്തിന് ആ ഒരു മാതൃകയാണ് ആ ശിക്ഷാവിധി എന്ന് പറയുന്നത്. അത് ഇനി ഉള്ള ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് കുട്ടികളുടെ നേരെയുള്ള അക്രമങ്ങൾ നടത്തുന്ന മാനസികാവസ്ഥയുള്ള ആളുകൾക്ക് ഇതൊരു താക്കീതാണ് ആ വിധി. അതുകൊണ്ട് ആ വിധി അങ്ങനെ തന്നെ തുടരണം. ആ വിധിക്ക് ഒരു വിലയുണ്ടാവണം. ജില്ലാ കോടതി അത്ര ക്ലിയർ ആയിട്ടുള്ളൊരു വിധിയാണ് വിധിച്ചിട്ടുള്ളത്. അപ്പോൾ അതെന്തായാലും സുപ്രീം കോടതിയിൽ അത് നിലനിർത്താൻ കഴിയുന്ന രീതിയിലുള്ള പ്രവർത്തനമായി മുന്നോട്ട് തന്നെ പോകും. നമ്മുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ചെയ്യും. അപ്പോൾ സർക്കാരാണ് ബാക്കി സഹായം തരേണ്ടത്. അപ്പോൾ സർക്കാരിനോട് അഭ്യർത്ഥിക്കാനേ ഞങ്ങൾക്ക് കഴിയുള്ളൂ. ആ ഒരു കാര്യത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. മുഖ്യമന്ത്രിയോ നിയമവകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. ഇല്ല, ഇന്ന് വിധി അറിഞ്ഞതല്ലേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ ഇന്നുകൊണ്ട് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകാനാണ്
മുഖ്യമന്ത്രിയും കൂടെ സംസാരിച്ച ശേഷം മുന്നോട്ട് കാര്യങ്ങൾ തീരുമാനിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും